ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നേതാ രാവെന്നറിയോ? ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള രാവാണ്. അതുകൊണ്ട് എത്തിക്കാഫിനെ നിയത്തിച്ച എല്ലാവരും ഇരുന്നോളി. ഒരുപാട് സമയം ഇരിക്കണില്ല, എന്നാലുള്ള കുറഞ്ഞ സമയം എത്തിക്കാഫിന് നിയത്തും കൂടി വെച്ചാലേ നമ്മളറിയാതെ ഏടും ക്ലാസ്സും അങ്ങനെ നിറഞ്ഞോളും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനിയുള്ള ഒറ്റപ്പെട്ട രാവുകൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യണം. എല്ലാ രാവുകളും സജീവാക്കും വേണം. എത്തിക്കാഫിന്റെ സമയങ്ങൾ കൂടുതൽ കിട്ടണം. അത് വീട്ടിലിരുന്നാൽ കിട്ടൂല. ഞാനെൻ്റെ റൂമിലിരുന്നാലും ചിലപ്പോൾ എത്തിക്കാഫിന് പോലും കിട്ടൂല. എൻ്റെ റൂം പള്ളിൻ്റെ വഖഫല്ല, അപ്പൊ ഞാനും പുറത്തിരിക്കണം. നിന്നോടും ഞാൻ പറയാണ്, ഓതുമൊക്കെ ഇതുവരെ റൂമിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇനി പുറത്തിരിക്കുമ്പോൾ എത്തിക്കാഫിന്റെ അവസാനത്തെ 10 എത്തിക്കാഫും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അവസാനത്തെ 10 എത്തിക്കാഫും തമ്മിൽ വലിയ ബന്ധമുണ്ട്. പറ്റുന്ന ആളുകളൊക്കെ പള്ളിയിൽ വന്നിട്ട് ഫുള്ളായിട്ട് ഇരിക്കണം എന്നല്ല, കുറച്ച് സമയങ്ങളൊക്കെ ഇരിക്കണ രാവോ പകലൊക്കെ വളരെ നല്ലതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനിയുള്ള 10 ദിവസങ്ങളിൽ ഏത് ദിവസങ്ങളിലും ലൈലത്തുൽ ഖദർ ആവാൻ വളരെ വിലപ്പെട്ട സാധ്യതയുണ്ട്, ഫലപ്പെട്ട സാധ്യതയുണ്ട്. അതിൽ ഒറ്റപ്പെട്ട രാവ്. ചില മഹാന്മാരുടെ അഭിപ്രായത്തിൽ ലൈലത്തുൽ ഖദർ 21 രാവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുള്ള ഈ രാവ് അതാണെങ്കിൽ ചില മഹാന്മാര് പറഞ്ഞ 23, ചിലര് പറഞ്ഞ 25, ഒരുപാട് മഹാന്മാർ പറഞ്ഞ 27, ചിലര് പറഞ്ഞ 29. ഇതിനൊക്കെ സാധ്യത ഉണ്ട്. 21നും സാധ്യത ഉള്ളത് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വീട്ടിൽ പോകണമെങ്കിൽ തന്നെ പെട്ടെന്ന് മുണങ്ങിയിട്ട് ഏമ്പൊക്കെ പൊട്ട് ഉറങ്ങാൻ നിൽക്കണ്ട. എന്തെങ്കിലുമൊക്കെ 10 ചൊല്ലിയാലേ ഒരു ലൈലത്തുൽ ഖദറിന്റെ ഒരു രാവിനെ എത്രയാണ് ഇപ്പൊ കൂലി? 1000 അല്ല, എല്ലാരും കേൾക്കണല്ലോ ഇപ്പൊ. 1000 എന്ത്? അതൊക്കെ 4ാം ക്ലാസ്സിലെ അർത്ഥമാണ്. മദ്രസയിലെ 4ാം ക്ലാസ്സിലെ അർത്ഥം. അതൊന്നും ഇവിടെ വിളമ്പരുത്. അവിടെ 1000 എന്ന് പറയാൻ എന്താ കാരണം എന്ന് പറയുന്നത്, അറബിയിലെ ഏറ്റവും വലിയ അതത് 1000. അതിന്റെ മേലെ ഇല്ല. മലയാളം പോലെ അല്ല. മലയാളത്തിൽ കുറെ ഉണ്ട്. 1, 10, 100, 1000, 10000, ലക്ഷം, കോടി, പിന്നുള്ളൊക്കെ ഇതിമൊന്ന് ചേർത്തി കൊടുക്കലാണ്. പിന്നെ മില്യൺ, ബില്യൺ, അതൊന്നും ശരിക്കും മലയാളമല്ല. മലയാളത്തിൽ കോടിമ നിന്ന് അതിന്റെ അപ്പുറത്തേക്കില്ല. അറബിയിൽ അവിടെ എത്തൂല്ല. അറബിയിൽ വാഹദ്, അശറ, മിഅ, അൽഫ്, നില്ല. 1 ലക്ഷത്തിന് എന്താ പറയാ? മിയത്തു അൽഫ് എന്ന് പറഞ്ഞാൽ 100,000. 10 ലക്ഷത്തിന് എന്താ പറയാ? അൽഫ് എന്ന്. അൽഫിന്റെ മേലെ പിന്നെ അതതില്ല. അതതുണ്ട്, അതിനൊരു പേരില്ല. അപ്പൊ അള്ളാഹ് പറഞ്ഞ കാര്യങ്ങള് നമ്മൾ സാധാരണ പറയില്ലേ മലയാളത്തില്, കോടാന കോടിന്ന്. ആ അർത്ഥാണ് ഇതിന് ശരിക്ക്. അപ്പൊ 1000 മാസം എന്നല്ല. നിങ്ങൾ സാധാരണ 1000 ഉണ്ടല്ലോ, 1000കണക്കിന് മാസം എന്നാണ് അതിന്റെ അർത്ഥം. അതിന് നമ്മൾ 1000 ചുരുക്കിയതാണ്. 1000 പുടുത്തമിട്ടിട്ട് എവിടെ എത്തും? ഇനി അതിന് 1000 എന്ന് അർത്ഥം വെച്ചാൽ തന്നെ 1000 മാസം ഒന്നും അല്ല അവിടെ പറഞ്ഞത്. ഹൈറും മിൻ അൽഫി ഷഹ്റിന, 1000 മാസത്തേക്കാൾ. അത് എത്രയെന്നൊന്നും കണക്കാക്കാൻ പറ്റൂല. അതുകൊണ്ട് 1000 മാസമൊന്നുമല്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഈ മജ്ലിസിലിരുന്നാൽ 1000 മജ്ലിസിലിരുന്ന കൂലിയല്ല ഉണ്ടാകുക, 1000കണക്കിനാണ് അതിന്റെ അർത്ഥം. നമ്മളതിന് മറ്റേ അർത്ഥം വെക്കും. ഒരു പൊറാട്ട എന്നാൽ 1000കണക്കിന് പൊറാട്ട എന്ന കൂലി, അങ്ങനെ അർത്ഥം വെക്കരുത്. തീറ്റ ഓർക്കണം. ഒരു കുൽഹുവല്ലാ ഓതിയല്ല, 1000കണക്കിന് കുൽഹുവല്ലാ ഓതിയ കൂലിയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഇനിയുള്ള ഒറ്റപ്പെട്ട രാവൊന്നും ആരും കളയണ്ട. 27 രാവിനെ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ആയാത്താക്കണ്ട്. അതല്ലാത്ത രാവുകളൊന്നും എല്ലാവരും കൂടി അല്ലെങ്കിലും വീട്ടിലാണെങ്കിലും നീ പള്ളിക്ക് മുസല്ലെടുത്ത് അല്ലെങ്കിൽ മുസല്ല ഉണ്ടല്ലോ കാർപ്പറ്റില്ലേ, അതെന്നാണ് നന്നായിട്ട് കിടന്നുറങ്ങാനാണ് ഇങ്ങോട്ട് വരും വേണ്ട. എല്ലാവരും അവിടുന്ന് തലയും വാട്ടിയും കുന്തൊക്കെ എടുത്ത് തരാം. എന്നിട്ട് മുസല്ലും കയറിങ്ങാണ്ട് പോവുകയും ചെയ്യാം. അതിനെല്ലാം ഇവിടെ കുറച്ചൊക്കെ ഓതി സജീവാക്കി ഇരിക്കാൻ പറ്റുന്ന മെനുള്ള ആളുകള്, കുറച്ച് ആരോഗ്യമൊക്കെ ഉള്ള ആൾക്കാർ വന്നിരുന്നോളി. അല്ലെങ്കിൽ നീ വീട്ടിലാണെങ്കിൽ ബെഡ്റൂമിൽ പെട്ടെന്ന് ഉറങ്ങല്ലേ. ഒറ്റ രാവുകളില് ഇന്നതിൽപ്പെട്ട രാവാണ്. ഞാൻ എന്നോടും വരാണ്, ഇനി അഥവാ ഒന്ന് കിടക്കണെങ്കിൽ കിടന്നിട്ട് വേണീക്കുക.
മനസ്സിലായില്ല നിങ്ങൾക്ക്? തഹജ്ജുദിന് വേണിക്കപ്പോ നമ്മളെ അലിസ്താക്ക് എത്ര പെട്ടെന്നാണ് നീക്കുക നിങ്ങള് ഒന്ന്. അയാൾ ഇതിനേക്കാളും പ്രായമുള്ള മനുഷ്യനല്ലേ അല്ലേ? എത്ര പ്രായം ഞാൻ ചോദിക്കില്ല, അല്ല വേണ്ട, ഇതിനേക്കാളും പ്രായം ഉണ്ടെന്ന് ഉറപ്പല്ലേ? ഞാൻ 40 കണ്ടും തിരിയാൻ തുടങ്ങിയിട്ട് 8 കൊല്ലായി. എങ്ങനെ? ഞാൻ 40 കിടന്നിട്ട് തിരിയാൻ തുടങ്ങിയിട്ട് 8 കൊല്ലായി. അത് പറയാൻ വേണ്ടിയായിട്ട് എങ്ങനെ വരണേ? ഇന്നേക്കാളും കുറെ പ്രായം ഉണ്ട് മൂപ്പർക്ക്. അപ്പോ എന്നിട്ട് മൂപ്പര് രാത്രി 3:30 എണീക്കണതാ നോക്കാണ്. നമ്മളെ ഈ പള്ളിയിൽ ആദ്യം നീക്കല് മൂപ്പരാ, പിന്നെ ഞാനേ നീക്കലോ. അപ്പൊ ഒരു ഹിമ്മത്താണത്, പറ്റുന്ന പറഞ്ഞൊരു ഹിമ്മത്താണ് നീക്കുക. അപ്പൊ ഒറ്റ രാവുകളിലും വെറുതെ കളില്ലേ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇനി ഞാൻ ഇന്നൊരു പ്രത്യേക അമൽ നിങ്ങളോട് പറയാണ്. അത് കേട്ടാല് ജീവിതത്തിൽ അമൽ ചെയ്യുന്നത് വളരെ നല്ലതാണ് എന്നാ പറയല്ലേ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ഞാൻ ചെയ്യണേ മാത്രമേ നിങ്ങളോട് പറയുള്ളൂ കേട്ടോ. ഈ 30 ദിവസം അങ്ങനെ തന്നെ ഞാൻ ചെയ്യല്. ഞാൻ ചെയ്യാത്ത നിങ്ങളോട് ഞാൻ പറയില്ല, ഞാൻ ചെയ്യണേ പറയും. ഇത് ഞാൻ ചെയ്യണതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അറിയും ചെയ്യാം. തറാവീന്റെ അടിയിൽ നിങ്ങൾക്കറിയാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുമ്പോ 4 കാര്യത്തിനെ തൊട്ട് അഭയം തേടാതെ നിങ്ങൾ സലാം വീട്ടരുത് എന്ന് മുഹമ്മദ് മുസ്തഫ. പക്ഷെ നിങ്ങളിൽ പല ആൾക്കാരും അത് പാലിക്കണില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അത് പാലിക്കാനാണ് ഇപ്പൊ ഇത് എടുത്തിട്ടുള്ളത്. ഏതാ 4 കാര്യം എന്നറിയാം? അതായത് ലാസ്റ്റ് നമ്മൾ അത്തയ്യാത്ത് ചെല്ലലില്ലേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ 1, വമിൻ അദാബിൻ നാർ 2, വമിൻ ഫിത്നത്തിൽ മഹ്യ 3, വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ 4. ഇതാണ് ആ 4 കാര്യം. അപ്പോ ഉസ്താദ് ഇപ്പൊ ഈ 2 റക്അത്ത് ഓടുമ്പോ ദജ്ജാൽ വരെ ഓതിയേ? അതാ അടി അളകണ പരിപാടിയാ. ഞാൻ അതങ്ങോട്ട് പാസ്സാക്കി പോയ നിങ്ങൾ ഒരു ആ ദജ്ജാല് ഞാൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ അത്തയ്യാത്ത് കൊണ്ട് തുടങ്ങാം. എന്നിട്ട് നമ്മള് അഷ്ഹദു കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് പറയല്ലോ. അവിടുന്ന് നിന്നിട്ട് അപ്പുറത്ത് കാണിച്ച അടിക്കാളി അതിന്റെ അടിയിലുള്ളൊക്കെ കട്ട് ചെയ്താളി. ഞാൻ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ആചരിണ്ടോ ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങാണ്? അല്ല, ഞാൻ അത് മുഴുവനാക്കാണ്. ഇടയിൽ ഇങ്ങോട്ട് കട്ട് ചെയ്യും. ഇബ്രാഹിമ സലാത്ത് ഞാൻ ചൊല്ലൂല, മുഴുവനും ചൊല്ലൂല. ഇത് അവിടെ വെച്ചിട്ട് പിന്നെ അപ്പുറത്ത് കാണിച്ച് ആടും. എന്നിട്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക ഇങ്ങോട്ട് കൊടുങ്ങാണ്ട് വിടാണ്ട് കൂട്ടിമുട്ടിക്കും. അപ്പോ ഈ ഹദീസിൽ പറഞ്ഞ നമുക്ക് ശരിയായി. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഇതില്ലെങ്കിൽ കറാത്താണ്. അപ്പൊ നമ്മൾ 20 റക്അത്തിൽ എത്ര കറാത്ത് ചെയ്ത്? എന്താണ് അപ്പൊ ഞാൻ കിതാബ് നോക്കി പറയണോ? 10 കറാത്ത്. നാളെ മുതലാവുന്നാണ്ട് തിരുത്തിയാലോ? ദജ്ജാല് ഞാനാന്ന് പറയരുത്. നിങ്ങൾ ഓരോ അമലും ഇങ്ങനെ കൊണ്ടുവന്നിട്ട് മനുഷ്യനെ ഇടങ്ങറാക്കുമെന്ന് പറയരുത്. നിങ്ങൾ ഇത് ഞാൻ ചെയ്യണതാ, ഞാൻ എല്ലാ ദിവസവും ചെയ്യണതാ. ഇതില്ലാതെ ഞാൻ സലാം വിട്ടലില്ല. അതാണ് നിങ്ങളെക്കാളും കുറച്ചും കൂടി ഞാൻ വൈകണത്. ചിലപ്പോ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കണ്ടാവും, തയ്യാക്ക് ഞാൻ തല്ലാണ് ഇതിങ്ങോട്ട് കട്ട് ചെയ്യും. അതിന് അല്ലാഹുമ്മ ഫർലിമാ ഖദ്ദംതു വമാ അഖർതു അതൊക്കെ ഒഴിവാക്കും. ഞാൻ അങ്ങോട്ട് പോയിട്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അങ്ങോട്ട് വലിച്ചോണ്ടിരും. എന്നിട്ട് വാലാലിമക്കാണ്ട് കൂട്ടിമുട്ടിക്കും. അപ്പൊ സലാമത്തായി. നാളെ മുതൽ തറാവീല് മാത്രല്ല, നിങ്ങൾ ഒറ്റക്ക് സുന്നത്ത് നിസ്കരിക്കുമ്പോഴും ഞാനൊക്കെ ഒറ്റക്ക് നിസ്കരിക്കുമ്പോ ഫുള്ളായിട്ട് ചെല്ലുന്ന ആളാ, കട്ട് ചെയ്യാതെ ഇബ്രാഹിമ സലാത്തൊക്കെ ഇട്ടെടുത്ത് അതും കൊണ്ട് കൊടുത്തിട്ടാ ഞാനൊക്കെ സുന്നത്ത് നിസ്കരിക്കല്. അപ്പൊ ഞാൻ പിന്നെ ബാക്കിൽ നിങ്ങളുള്ള ആയതുകൊണ്ട് ഞാൻ അത്തയ്യാത്തിൽ എല്ലാം കൂടി കൊടുന്ന എന്താവും, ഇപ്പൊ അതിന് ഒരു 20 മിനിറ്റും കൂടി വൈകും. അപ്പൊ അങ്ങനെ ആകുമ്പോ പിന്നെ നിങ്ങൾ നല്ലൽക്കിന്നെ പോകാൻ സമ്മതിക്കൂല. അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇതിങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ആ ലാസ്റ്റ് ഭാഗം കണ്ട് ഈക്ക് ഘടിപ്പിക്കുക നാളെ മുതൽ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്താണ് പറയുന്നത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. അത് ദ്വാരക്കാക്കാൻ പറ്റുമോ? കാരണം എപ്പോഴാ പോവെന്ന് പറയാൻ പറ്റുമോ ഖബർക്ക്? ഇപ്പൊ കഴിഞ്ഞൊല്ലം ഇവിടെ തറാവിക്ക് പങ്കെടുത്ത എത്ര ആൾക്കാർ മീസാന്റെ അടിയില കഴിഞ്ഞൊല്ലം. ഇനിയിപ്പൊ അടുത്തൊല്ലം ഇപ്പൊ നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടാവുന്നപ്പോ നിങ്ങൾ ഓർപ്പിച്ചിരിക്കണം. ഇനി ഞാൻ നോക്കിയ സ്ഥലത്ത് ആരെങ്കിലും മരിച്ചാൽ ആ കരിങ്കണ്ണെന്ന് പറയാൻ നിൽക്കരുത്. ഞാൻ പറഞ്ഞുതരാം. അല്ല, നിങ്ങൾ അങ്ങനെ ഓർപ്പിച്ചിക്കണോ? അല്ല, എന്റെ കാര്യം ഇപ്പൊ എനിക്ക് ഉറപ്പുണ്ട്. അല്ല കൂട്ടരെ, നാളെ നോമ്പറക്കുന്ന ഉറപ്പുണ്ടോ? ഇന്നലെ നോമ്പറന്ന് എത്ര ആൾക്കാർ ഇന്ന് ഖബറിന്റെ അടിയില? ഇന്നലെ നോമ്പറന്നവര് നോമ്പ് 2-ന് പരിയില് 700 ആൾക്കാരെ വെച്ചിട്ട് നോമ്പറ സംഘടിപ്പിച്ച ആചാര്യപ്പ ഖബറില. ഇക്കൊല്ലം അതെപ്പോഴാ പോവെന്ന് അറിയാൻ പറ്റുമോ?
അപ്പൊ ആ ഖബറിന്റെ അദാബ് അള്ളഹാനോട് ചോദിക്കാതിരിക്കാൻ പറ്റും നമുക്ക്? എന്താണ് ഇപ്പൊ അദാബ്? ഇന്നിപ്പോ ഒരു സഹോദരി എനിക്ക് ചോദിച്ചു, ഈ മുങ്കർ നക്കീറിന്റെ വരവിനെ കുറിച്ച് ഒരു ഹദീസ് പറഞ്ഞു തരുമെന്ന്. ഞാൻ ചോദിച്ചു എന്തിനാന്ന് വെച്ച്, ഒന്ന് ഒരുങ്ങി പോകാനാണെന്ന് പറഞ്ഞു. കാര്യമായിട്ട് ചോദിക്കണേ, കുറച്ചെന്തോ കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലെ? ഇപ്പൊ അങ്ങനെ ചോദിക്കണല്ലോ. അപ്പൊ ഞാൻ ഹദീസ് പറഞ്ഞെടുത്തപ്പോ എന്നാ ഇനി ബാക്കി പറയല്ലേന്ന് അറിഞ്ഞു മേടിച്ചിട്ട്. ഒരാഴ്ച മുങ്കർ നക്കീർ എന്നൊക്കെ നോമ്പറക്കാൻ പറഞ്ഞാൽ വരികയാണെന്ന്. ഏതാ വരവ് സൈസ് അറിയങ്ങള്? മലക്കാനി അസ്വദാനി യഹ്രിഖാനിൽ അർള ബിഅന്യാബിഹിമ ശുഊറുൻ ലഹുമാ ശുഊറുൻ മസ്ദൂല വസൗതുഹുമാ കർറഅദിൽ ഖാസിഫി വനഫസുഹുമാ കർരീഹിൽ ആസിഫി വഫി യദി കുല്ലി മിൻഹുമാ മിഖ്മഉൻ മിൻ ഹദീദ് ലൗ ദുരിബ ബിഹി ആലമു ജബലിൻ ലജഅലഹു ദക്ക മുഹമ്മദ് മുസ്തഫ. എന്റെ കാട്ടിക്കൂട്ടലും ഒച്ചയും കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം എങ്ങനെ വരവ് എന്ന്. ഞാൻ അർത്ഥം കൂടി വെച്ചാലോ? ഞാൻ അതാണ് ചിലത് അങ്ങനെ ആക്ഷൻ എൻ്റെ ആക്ഷൻ കാണാനായിട്ട് ചിലർ മുന്നിൽ വന്നിരിക്കും. വേദനക്ക് പോയാൽ സ്റ്റേജും ഇരിക്കൂല, താഴത്ത് വന്നിരിക്കും. എന്നിട്ട് നാളെ ഒരു തങ്ങൾ പറഞ്ഞ് നിങ്ങൾ ആ അർത്ഥം വെക്കുമ്പോൾ ഒരു ആക്ഷൻ അത് തലയിക്കാണ്ട് കയറും, അതിനാ മുന്നിലിരിക്കുന്നത് പറഞ്ഞു. അല്ല എന്താണ് ഇപ്പൊ ആ വരവൊക്കെ? എന്താ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കണേ? ആ കറുത്തിരുണ്ട രണ്ട് മൽക്കുകളാണെന്ന്, കറുത്ത കരുവാളിച്ച മൽക്കുകൾ. ഷോറും ലഹുമാ ഷോറും മസ്തൂല. മുടി ഉണ്ടല്ലോ കീപ്പട്ട് ആടിയിട്ടുണ്ടാവും മണ്ണുക്ക്, അത്ര വലിയ മുടി. തേറ്റപ്പല്ല് ആന കൊമ്പിന്റെ വലിപ്പുണ്ടാവുന്ന. അപ്പൊ നിങ്ങൾക്കൊന്ന് സങ്കല്പിക്കാമല്ലോ. എന്നിട്ട് അതേറ്റ് പാറി മണ്ണൊക്കെ കടിച്ചു കീറിയിട്ടാണ് വരിക. കണ്ണും കണ്ട് ഉരുണ്ടിട്ട് ഇന്നും കണ്ട് തീ പാറുണ്ടാവും. കയ്യില് വടി ഉണ്ടാവും. ആ വടിന്റെ മൂർച്ച എത്ര കാര്യങ്ങള്? എവറസ്റ്റ് പാറക്കെട്ടിന്റെ നെറുകയിൽ തട്ടിയാൽ അത് ഭസ്മായി പോകുന്നു മുഹമ്മദ് മുസ്തഫ. മുങ്കർ നക്കീർ തൊള്ളങ്ങട്ട് തുറന്നാൽ ഇടി വെട്ടുന്ന ശബ്ദാണ്. സുബ്ഹാനല്ലാഹ്. മൻ റബ്ബുക്കാന്നൊക്കെ ചോദിക്കുമ്പോഴേ ഇടി വെട്ടുന്ന ശബ്ദാണ്. അതാണ്. അല്ല അങ്ങനെ തോണ്ടിത്തിട്ട് ആരാ എന്റെ വെച്ചേന്, അതല്ല. ആ ഒച്ച കേട്ടെന്ന് തന്നെ ആറ്റ് പൊട്ടിപ്പോവും. ആയാതി ഒച്ചയാണ്. മുങ്കർ നക്കീർ ശ്വാസം വിട്ടാൽ നമ്മളെ ചുഴലി കൊടുങ്കാറ്റിന്റെ മുഴക്കായിരിക്കുന്ന. എന്താണ് ആ മുഴക്കം? എന്നിട്ടാണ് ചോദിക്കണേ മൺ റബ്ബുക്കാന്ന്. അവിടുന്ന് അള്ളാഹു റബ്ബി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ വീസ അങ്ങോട്ട് പൂട്ടുക തന്നെ. 4 പറഞ്ഞപ്പോ ആ പെണ്ണ് നീ പറയില്ലേ ഉസ്താദെ ഇപ്പൊ തന്നെ നോമ്പറക്കേണ്ടി വരും എന്നറിഞ്ഞു. ഇതൊക്കെ നമ്മൾ കാവലിന് തേടാനാണ്ട് പോവാൻ നിൽക്കേണ്ട. അമലോ കയ്യിലില്ല, നീ ദ്വായും കൂടെ ഇല്ലെങ്കിൽ. അതുകൊണ്ട് ഒന്ന് തന്നെ അല്ലാഹുമ്മ അഊദു ബിക മിൻ അദാബിൽ ഖബർ, ഒന്ന് വമിൻ അദാബിന്നാർ. അത് പിന്നെ ഞാൻ പറയണ്ട, ഞാൻ ജുമാക്കൊന്ന് തോണ്ടി വെച്ചിട്ടുള്ളത്. പിന്നെ അദാബിന്നാർ കരിങ്കല്ലിനും മനുഷ്യനും കൂടി കൂട്ടി കരിക്കാനുള്ള കാരണം ഇന്ന് ജുമാക്ക് ഞാൻ പറഞ്ഞിരുന്നു. ഇബ്നു അബ്ബാസ് ഒന്നും തൊട്ട് ജുമാക്ക് ഇനി ഒരുപാട് പറയാണ്ട്. ആ നരകത്തിനെ തൊട്ട് കാവൽ തേടണ്ടേ? നമ്മളിപ്പോ ഈ സുബീന്റെ ശേഷം മഗ്‌രിബിന്റെ ശേഷം 7 വട്ടം അല്ലാഹുമ്മ അജിർനി മിനൻ നാർ എന്ന് പറയല്. നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല പേരോ? പറയില്ല. എന്താ 7 വട്ടത്തിന്റെ കണക്ക്? നരകത്തിന്റെ വാതിൽ 7 അതാണ്. അപ്പൊ രാവിലെ വൈകുന്നേരം ഈ 7 ചെല്ലിയാള് ആ 7 കയറൂല എന്ന് ഉറപ്പാണ്. ചെല്ലും പോലെ ചെല്ലണം മനസ്സിരുത്തിയിട്ട്. നമ്മളിതിങ്ങനെ ആടെയല്ല എന്നാണ് അത് നടക്കൂല. അതൊക്കെ ഒന്ന് മനസ്സിരുത്തിയിട്ട് തലമക്ക് ചൂട് കയറിയിട്ട് സുബീന്റെ ശേഷം മരിച്ചാ പിന്നെ സ്വർഗത്തേക്ക് പോകുള്ളൂ. എണ്ണം പിടിച്ചിട്ട് കാര്യമില്ല, കൽബിന്ന് കൊണ്ട് കൊണ്ടുവരണം. അപ്പൊ അള്ളാഹു മഅത്തിക്കിനെയൊക്കെ കൽബിന്ന് കൊണ്ട് കൊടുന്ന റമദാൻ മാസല്ലേ, അള്ളാഹു സ്വീകരിക്കൂലേ? അള്ളാഹു മഅത്തിക്കിനെ. ഞാൻ പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം. അവസാനത്തെ പത്തില് അള്ളാഹുമിന്നക അഫൂൻ തുഹിബ്ബുൽ അഫൂ പറഞ്ഞിട്ട് അള്ളാഹു മഅത്തിക്കിനെ പറയുള്ളൂ. അതിൻ്റെ അടുത്ത് മിസ്റ്റേക്ക് വന്നാണ്, മറന്നതാണ്, പേച്ചാന്ന് നിങ്ങൾ പറയാൻ നിൽക്കണ്ട. അതിൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നാൽ മണിമണിയായിട്ട് ന്യായം ഞാനാണ്ട് പറഞ്ഞു കൊടുക്കും. അതിനിപ്പുറത്തേക്ക് ഇട്ടിട്ട് അള്ളാഹു മഅത്തിക്കിനെ ആദ്യം തോർക്കണ വരെ ഞാൻ ഒട്ടും എതിർക്കില്ല. ആ പരിപാടിയല്ല, ആ പരിപാടിയല്ല. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ അത് മുമ്പ് കിട്ടപ്പോ ഇങ്ങനെ അതങ്ങനെ ആക്കി തന്നെയാണ്. അതിന് എൻ്റെ അടുത്ത് ന്യായമുണ്ട്. ഞാൻ ഒരു ഉസ്താദ് നേരെ മറ്റേത് ഇങ്ങോട്ട് എടുത്ത് ഞാൻ ഒരു കുറ്റം പറയില്ല, മൂപ്പരെടുത്ത് അതിന് ന്യായം ഉണ്ടാവും. അതല്ലേ ദീനിന്റെ രസം എന്ന് പറഞ്ഞാൽ തന്നെ. അള്ളാഹു എങ്ങൾക്ക് അറിയില്ല, ദീനിന്റെ രസം തന്നെ അതല്ലേ. അപ്പോ അള്ളാഹു നമ്മളെ ആ നരകത്തിനെ തൊട്ടൊക്കെ കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ നിങ്ങളോ പിന്നെ അദാബിൽ ഖബർ, പിന്നെ അദാബിന്നാർ, വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി. ജീവിതത്തിന്റെയും മൗത്തിന്റെയും ഫിത്തന വേണ്ടേ? ഇന്ന് രക്ഷ വേണ്ടേ? ജീവിതത്തിൽ ഫിത്തന കണ്ടുവന്ന ഇപ്പൊ ആ ആഫാന്റെ വാഫ റഹീമിന്റെ അവസ്ഥകൾ നോക്കാണ്. ആ സാധു അറിയാതെ അവിടെ 10-40 ലക്ഷം റുപ്യ കടാക്കി വെച്ച് അവിടെ ജോലി പോയി. ഇവിടെ നോക്കുമ്പോ മക്കള് ഒന്ന് ഖബറില്,
ഉമ്മ ഖബറില്, മറ്റേത് ആമ വെച്ചിട്ട് ജയിലില്. അയാളെ ഫിത്തനപ്പ എത്രയാണ്? അയാൾക്ക് ഉറക്കം വരുമോ? ഇതിങ്ങോട്ട് വന്നാ നമ്മള് ഇങ്ങനെ ഒന്നുമല്ല, ഇങ്ങോട്ട് ഓരോ ഫിത്തനകൾ വന്നാ എന്താ ചെയ്യാന്ന്. അപ്പൊ അള്ളഹാനോട് മനസ്സെത്തി ദ്വാരക്ക. ഫിത്തനത്തിൽ മഹിയ വൽ മമാത്തി, മൗത്തിന്റെ ഫിത്തന ഇതിനേക്കാളും കാഠിന്യല്ലേ. മൗത്തിന്റെ സമയത്ത് എന്തെല്ലാം നടക്കുക ഞങ്ങൾ പറഞ്ഞ്. നമ്മളെ റൂമില് ശൈത്താന്മാര് മുഴുവൻ ഉണ്ടാവും. ഇന്നിപ്പോ പുറത്തുനിന്ന് ശൈത്താന്മാര് വരണ്ട, കുടുംബത്തിൽ തന്നെ. മനസ്സിലായില്ല നിങ്ങൾക്ക്? നിസ്കരിക്കാത്ത ഒരാൾ ആ റൂമിലുണ്ടെങ്കിൽ ഓൻ തന്നെയാണ് ഈ ശൈത്താനേ. ഇന്നിപ്പോ നമ്മളൊക്കെ പൊരയിൽ മരിക്കാൻ കിടക്കുമ്പോ ആരാ വെള്ളം തൊട്ട് തരാ? ഔലിയാക്കളിൽ പെട്ട ആളാ? അത് ഔലിൽ നിന്നാണ് ആളോ? ആരെ വെള്ളം തൊട്ടുതരാണ്ടാകുക? ഈ ഫിലിമും ഗെയിമും ഒക്കെ കണ്ടിട്ട് നിസ്കരിക്കാതെ ഈ ടൗസർ ഇട്ട് കിടക്കുന്ന കുട്ടികളല്ലേ വലിയപ്പ ഒന്ന് നക്കിക്കാലി തരല്. മര്യാദക്ക് വെള്ളം ബിസ്മില്ലി തരാൻ പറ്റുന്ന ഒരാളെ നമ്മൾ ഉണ്ടാക്കിക്കണോ? നമ്മൾ പറയലുണ്ടോ? അപ്പൊ ഏറ്റവും വലിയ ഫിത്തനയാണ് മൗത്തിന്റെ ഫിത്തന. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് റഹ്മത്തിന്റെ മലക്കോളൊന്നും പരേക്ക് വരാത്ത അവസ്ഥയാണ്. കാരണം ഓരോ റൂമിൽ ഗെയിം, മറ്റേ റൂമിൽ ഫിലിം, വേറെ റൂമിൽ എല്ലാരും കൂടെ ഈബത്ത്. പിന്നെ മലക്കുകൾ എങ്ങനെ ഇറങ്ങാൻ? അപ്പൊ അതുകൊണ്ട് ഈ ദ്വാക്ക വളരെ ആവർത്തിച്ച് ആത്മാർത്ഥമായിട്ട് ആത്മനിഷ്ഠയോടെ കൊണ്ടുനടക്കേണ്ട കാലാണിത്. ഒമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത്തി, പിന്നെ ഒമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്തന കാവല് തേടണ്ടേ? ഞാൻ അത് വിശദീകരിക്കണില്ല. അപ്പൊ ഈ 4 കാര്യത്തിനെ തൊട്ടും കാവല് തേടാതെ നിങ്ങള് നിസ്കാരത്തിൽ നിന്ന് വിരമിക്കരുത് എന്ന് പരിശുദ്ധ റസൂൽ. നാളെ മുതൽ നിന്നാണ് നടപ്പിലാക്കാൻ തുടങ്ങിയാലോ? തറാവിയിൽ തന്നെ ഉദ്ഘാടനം ചെയ്യാം. അല്ല, സുബീന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തില് അതാ നിങ്ങൾ ഇങ്ങോട്ട് പറയണ്ടേ. ഞാൻ തറാവിയിൽ പറഞ്ഞപ്പോ അവന് തറാവിയിൽ. അപ്പൊ അതിന്റെ മുമ്പ് സുന്നത്ത് നിസ്കാരല്ലേ? നിങ്ങൾ താജ് നിസ്കരിക്കൂലേ? അത്താഴം കഴിച്ചിട്ട് പിന്നെയും ഉറങ്ങനെ. അത്താഴത്തിന് ആതാലും ഉണ്ണീച്ചല്ലേ, ഇനി 2 റക്അത്ത് നിസ്കരിച്ചാളേ. ഏതായാലും ഉണ്ണീച്ച് പണ്ട് ചങ്ങരംകുളത്തുള്ള ആള് പറഞ്ഞവര് പറയല്ലേ, മൂപ്പര് ചോദിച്ചു, ഉസ്താദെ ഈ ഉറങ്ങി നീച്ചതിന് ശേഷം 3 റക്അത്ത് അത്താഴം കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഓന്റെ ഭാഷയിൽ മുഖം കഴുകാന്നൊന്നും പറയല്ലോ, 3 റക്അത്ത്. ഞാൻ ചോദിച്ചു എന്തേന്ന് വെച്ച്, 3 റക്അത്ത് ഉറക്കം പോകുന്ന. അപ്പൊ മുണുങ്ങും വേണം ഉറങ്ങും വേണം, ഇങ്ങനത്തെ കുറച്ച് പടപ്പുകൾ. ഞാനൊക്കെ ചില ആൾക്കാർ ഉറങ്ങണ കണക്കൂട്ടിയാൽ പകല് സത്യത്തില് 11 മണിക്കൂർ പകല് ഉറങ്ങുക, 11 മണിക്കൂർ പകല്, ഒരു 9.5 മണിക്കൂർ രാത്രിയും. പിന്നെ എപ്പോഴാ ഒരു ഹയാത്തിലുള്ള? അതിന് പുറമെ അത്തയ്യാത്തിലിരുന്നാണ്ട് സംസ്കാരത്തില് അവിടെ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. എന്താണ് ഇതിന്റെ ഒക്കെ ഒരു ഹാല് നോക്കാൻ നിങ്ങൾ? ഇതെന്താ മനുഷ്യൻ മുക്കല്ലഫാന്ന് പറഞ്ഞതിന് അർത്ഥമുള്ളത്? അപ്പൊ ഉറക്കൊക്കെ കുറച്ച് കുറയ്ക്കുക. ഞാൻ എങ്ങനെ ഈ ഉറങ്ങണെന്ന് എനിക്ക് ഇത്ര ചിന്തിട്ട് മനസ്സിലാണില്ല. ഞാൻ കിടന്ന അങ്ങനെ ഉറങ്ങൂല. എനിക്ക് 4 മണിക്കൂർ, 3.5 മണിക്കൂർ, 5 മണിക്കൂർ, അതിന്റെ മേലൊന്നും ഉറങ്ങൂല, കഴിയൂല. അങ്ങനെ ഉറങ്ങുക. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ റസൂലുള്ളാഹിന്റെ പണി എന്താ അറിയോ? അഹ്യൽ ലൈല വായിക്കല്ലാഹില, രാത്രി ഫുള്ള് സജീവാക്കുക. പുരക്കാർ ഉറങ്ങുകയാണെങ്കിൽ ഓലെ വിളിച്ചുണർത്തുക. അവസാനത്തെ 10 മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇനി പെണ്ണുങ്ങളെയോ കുട്ടികളൊക്കെ രാത്രി വിളിച്ചുണർത്തുമ്പോ അടുത്ത് ഫ്ലാസ്ക് ഉണ്ടോ നോക്കിക്കോളി, എന്നിട്ട് കാരണം അവിടെ ചുടുവെള്ളം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് കുലുമാല ഉണ്ടാക്കണം. അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മളെ ഉണർത്താൽ ഇപ്പൊ അതൊക്കെ തന്നെ തോണ്ടി വലിച്ച് അടിച്ച് ഉണർത്താൻ നിൽക്കണ്ട. കാരണം അത് നമ്മൾ പരിചയിച്ചിട്ടില്ല. അവർക്ക് അറിയില്ല. നമ്മൾ ഈ അവസാനത്തെ 10 ഞാൻ അവിടെ പോയിട്ട് താലിബാൻ ഭരണം നടത്താൻ നിൽക്കണ്ട. അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എനിക്കും മരിച്ചുകൊള്ളാണ്, എനിക്കും മരിച്ചുകൊള്ളാണ്. അപ്പോൾ ഒന്നൊക്കെ ചോദിക്കും, ഇപ്പോഴായത് തലേ കയറാൻ തുടങ്ങിയത്? അത് നിങ്ങൾ വിട്ടാളേ. അതൊക്കെ ഒന്ന് ചോദിച്ചോട്ടെ, നമ്മളെ പെണ്ണുങ്ങളല്ലേ, വേറെ ആരാ ചോദിക്കാറുള്ളത്? എന്നാലും അതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് ഒരുങ്ങുക. എന്തിനൊരുങ്ങുക? നാളെ മരണം കണ്ട് വരുമ്പോ, മരണമേ നീ എന്നെ മാടി വിളിച്ചു, കാമുകനായി ഞാൻ നിന്നെ ലയിച്ചു. മരണത്തെ കാമുകനാക്കാൻ പറ്റണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം,
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. പടച്ചവനെ, ഇന്നാണ് ഈ കൊല്ലത്തെ ലൈലത്തുൽ ഖദറെങ്കിൽ അതിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ ഈ പാവങ്ങളായ അടിയങ്ങൾക്ക് തരണേ അല്ലാഹ്. ഇനി അല്ലെങ്കിലും മെത്തക്കിന്റെ പ്രഥമ രാവാണ്, ആ പട്ടികയിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. അള്ളാഹുവെ, പറഞ്ഞതും കേട്ടതൊക്കെ കബൂലാക്കണേ അല്ലാഹ്. സയ്യാത്തിനെ പൊറുക്കുകയും അത് ഹസനാത്താക്കി തബ്ദീലാക്കുകയും ചെയ്യണേ അല്ലാഹ്. അള്ളാഹുവെ, നിന്നിലേക്കുള്ള റൂട്ട് മാപ്പൊക്കെ ശരിയാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ശരീരം നന്നാക്കണേ അല്ലാഹ്, കൽബ് നന്നാക്കണേ അല്ലാഹ്, സമയം നന്നാക്കണേ അല്ലാഹ്, സമ്പത്ത് നന്നാക്കണേ അല്ലാഹ്, സന്താനങ്ങളെ നന്നാക്കണേ അല്ലാഹ്. അള്ളാഹുവെ, അവസാനത്തെ 10 നിർണായകമായ വിലപ്പെട്ട കനപ്പെട്ട 10ആണല്ലോ. അതാണല്ലോ തീരുമാനം എടുക്കാനുള്ള 10. അള്ളാഹുവെ, അഴുത്തക്കിൽ പാവങ്ങളായ ഞങ്ങളെ നിന്റെ ഔദാര്യം കൊണ്ട് പെടുത്തണേ അല്ലാഹ്. നിന്റെ അധികാരം കൊണ്ട് പെടുത്തണേ അല്ലാഹ്. നിന്റെ റഹ്ഫത്ത് കൊണ്ട് പെടുത്തണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് കൊണ്ട് പെടുത്തണേ അല്ലാഹ്. നിന്റെ ഇസ്സത്ത് കൊണ്ട് പെടുത്തണേ അല്ലാഹ്. നീ എന്ത് തീരുമാനിച്ചാലും ചോദ്യം ചെയ്യാൻ ആരുമില്ലല്ലോ. ഞങ്ങളെ സ്വർഗത്തിലേക്ക് നീ എഴുതി വെക്കണേ അല്ലാഹ്. അള്ളാഹുവേ, ഈ സദസ്സിൽ ഓരോ ആളുകൾക്ക് ഓരോ പ്രയാസമാണ്. എൻ്റെ സ്നേഹനിധിയായ ഒരു കൂട്ടുകാരൻ്റെ ഭാര്യക്ക് ഒരു മുഴണ്ട് എന്ന് പറഞ്ഞു. അപ്പം തുടങ്ങിയതാ മനസ്സിൽ ഒരു കാറമുള്ള തറച്ചതുപോലെ. നീ അത് ഒഴിവാക്കി കൊടുക്കണേ അല്ലാഹ്. അത് ഒന്നുമല്ലാതാക്കി കൊടുക്കണേ അല്ലാഹ്. അത് നീ പിൻവലിക്കണേ അല്ലാഹ്. അത് നീ നിർവീര്യമാക്കണേ അല്ലാഹ്. മല പോലെ വന്നത് മഞ്ഞ് പോലെ ആക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ മഴയിൽ നിന്ന്, വ്രണങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, തരിപ്പിൽ നിന്ന്, മാരക രോഗങ്ങളിൽ നിന്ന്, പൊടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന്, കടക്കണികളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹ്മത്ത സയ്യിദിനാ മുഹമ്മദ് تجاوز عن أمتي سيدنا محمد اجعلنا من خيار أمته ومن محبيه واغفر لنا ولأمهاتنا ولآبائنا ولمن دفنوا حول هذا المسجد وفي هذه المحلة وفي حوالي هذه المحلة ولجميع المؤمنين والمؤمنات. اللهم انصر المسلمين في فلسطين وفي جميع البلاد. اللهم أيدهم بتأييدك، اللهم أيدهم بتأييدك وانصر المجاهدين منهم يا نصير يا نصير يا نصير. وأهلك أعداءنا وأعداءهم يا جبار يا منتقم يا رحمن يا رحيم يا الله. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.